ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമില്ല, ഒരു ക്രിസ്മസ് ട്രീ DIY ആണ്. സോ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ ഞാൻ രണ്ട് A3 സൈസ്ഡ് വൈറ്റ് ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. ആൻഡ് ദെൻ ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാവർക്കും അറിയാം, നമ്മളിത് കോൺ ആയിട്ട് റോൾ ചെയ്തെടുക്കണം. ഇതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്, കാരണം ആ എഡ്ജ് എനിക്ക് ശരിയായില്ല. ഓക്കെ, ആൻഡ് എൻ്റെ 6th അറ്റംപ്റ്റ് എന്തായാലും കറക്റ്റായി. കോൺ ഷേപ്പിൽ തന്നെ കിട്ടി. അപ്പോൾ കിട്ടിയത് ഞാൻ ടൈറ്റായിട്ട് വിടാതെ കൈകൊണ്ട് പിടിച്ചതിന് ശേഷം ഞാൻ ടേപ്പ് വെച്ചിട്ട് സൈഡ് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുത്തു ടേപ്പ് വെച്ച്. സോ വൈറ്റ് ചാർട്ട് തന്നെ വേണമെന്ന് കമ്പൾസറി അല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ ചാർട്ട് യൂസ് ചെയ്യാം. എനിക്ക് ഗ്രീൻ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വൈറ്റ് യൂസ് ചെയ്തത്, ബട്ട് വൈറ്റ് ഈസ് ഓക്കെ. ആൻഡ് 2 ചാർട്ടെന്ന് ഞാൻ പറഞ്ഞത് ഇത് ചെറിയൊരു സൈസ് ആയതുകൊണ്ട് ഈ സൈസ് എനിക്ക് പറ്റില്ല. സോ ഐ നീഡ് മോർ, ദാറ്റ്സ് വൈ ഐ ടുക്ക് അനദർ ചാർട്ട്. Okay, so now you have to attach another white chart to this cone. It was quite hard, but then somehow I managed to complete it. So finally my cone is ready here, and then we have to cut off the sides. പിന്നെ എനിക്ക് ഈ ലെങ്ത്ത് ഓക്കെ അല്ലായിരുന്നു, എനിക്ക് ഇത്തിരി കൂടെ ഒന്ന് ബിഗ് ആക്കാൻ വേണ്ടി ഞാൻ അഡീഷണലായിട്ട് ബാക്കി ഈ കട്ട് പീസസ് ഉണ്ടല്ലോ ചാർട്ടിൻ്റെ, അത് വെച്ചിട്ട് ഇങ്ങനൊരു കുഞ്ഞു കോൺ മുകളിലുണ്ടാക്കിയിട്ട് അത് ടോപ്പിൽ വെച്ച് നന്നായിട്ട് ടേപ്പ് വെച്ച് സെക്യൂർ ചെയ്ത് കൊടുത്തു. ഓൺ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഹാഫ് ഓഫ് ദ വർക്ക് ഇസ് ഡൺ, ആൻഡ് ദെൻ നൗ ഇറ്റ്സ് ടൈം ടു ഡെക്കറേറ്റ്. അതായത് ഫസ്റ്റ് ഞാൻ ഗാർലൻഡ് ഇതിന് ചുറ്റിലും നമ്മൾ ലൈക്ക് ഒന്ന് ചുറ്റി കൊടുക്കണം. ബട്ട് ഗ്രീൻ ഗാർലൻഡ് തന്നെ വേണമെന്നില്ല, ഇറ്റ്സ് നോട്ട് കമ്പൾസറി ടു ഹാവ് ഗ്രീൻ. സം പീപ്പിൾ യൂസ് സിൽവർ, ബ്ലൂ, റെഡ് എന്താണെങ്കിലും യു കൻ യൂസ്. നോ, ഐ ഹാവ് നെവർ സീൻ റെഡ് കളർ Christmas tree. But silver, pink and blue, yeah, it's common. So you can also use that. But എനിക്കൊരു പ്രോപ്പർ ക്രിസ്മസ് ട്രീ വൈബ് വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഗ്രീൻ തന്നെ എടുത്തു. ഞാൻ 3 to 4 ഷോപ്സിൽ കയറിയിട്ടാണ് എനിക്ക് ഫൈനലി ഗ്രീൻ കളർ കിട്ടിയത്. അതും എനിക്ക് വേണ്ട ടൈപ്പ് അല്ല, ദെൻ ഇറ്റ് വാസ് ഓക്കെ. എനിക്ക് ഇത്തിരി കൂടെ ബുഷി ആയിട്ടുള്ള ഗ്രീൻ ഗാർലൻഡ് ആയിരുന്നു വേണ്ടിയിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയത് കുറച്ച് തിന്നായിപ്പോയി. പിന്നെ ഞാൻ വിചാരിച്ചു ടൈം വേസ്റ്റ് ചെയ്യേണ്ട, കിട്ടിയത് വെച്ചിട്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാനത് ചെയ്തത്. At first I was not satisfied, but the final look was amazing and I was so surprised by the final look. This was my last garland, and then yeah, I'm all done. ആൻഡ് ലാസ്റ്റിൽ ഞാൻ കുറച്ച് വൈറ്റ് സ്പേസ് ലീവ് ചെയ്തിട്ടുണ്ട്, കാരണം അത് ബോട്ടം അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. ആൻഡ് ദെൻ ഞാൻ ടോപ്പിൽ ഞാനൊരു ബെൽ ആഡ് ചെയ്തു, ഞാൻ ഗോൾഡൻ ബെൽസ് ആഡ് ചെയ്തു. ആൻഡ് ദെൻ ഈ കാണിക്കുന്ന എല്ലാ സാധനങ്ങളും
ഇത് ഈ കാണിക്കുന്ന ഗിഫ്റ്റ് ബോക്സും അതുപോലെ തന്നെ ഈ ഒരു ബ്ലൂ കളർ ഹാങ്ങിങ്സൊക്കെ ഞാൻ DIY ചെയ്തതാണ്. ആൻഡ് അതെൻ്റെ ചാനലിൽ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട്. ബട്ട് നോട്ട് എ ലോങ് വീഡിയോ, ഷോർട്ടായിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന ഗോൾഡൻ ബോൾസും അതുപോലെ തന്നെ ഈ റോസ് പിങ്ക് ബോൾസും ഒക്കെ ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ്. പക്ഷേ അതിൽ ഹാങ് ചെയ്തിട്ടുള്ള ആ ഗിഫ്റ്റ് ബോക്സസും അതുപോലെ ആ ഒരു ബ്ലൂ കളറിന് ഞാൻ ഫസ്റ്റ് ഹാങ് ചെയ്തതൊക്കെ ഞാൻ ഹോം മെയ്ഡായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. പിന്നെ നിങ്ങൾക്കൊരു സിൽവർ ബോക്സും കാണാൻ പറ്റും. സിൽവർ ബോക്സ് അതുപോലെ തന്നെ റെഡ് കളറും ബ്ലൂ കളറിൽ ഹാങ് ചെയ്ത് കണക്കിട്ട് റെഡ് കളറും ഇരിപ്പുണ്ട്. സോ അതെല്ലാം ഞാൻ DIY ചെയ്തതാണ്. ഈ ഗോൾഡൻ ബോൾസും അതുപോലെ തന്നെ ഈ റോസ് പിങ്ക് ബോൾസും ഒക്കെയാണ് ഞാൻ DIY ചെയ്യാത്തത്. റെസ്റ്റ് ഓൾ ഓഫ് ദം വാസ് മൈ ഓൺ ക്രിയേഷൻ. This was the most interesting and enjoyable part because adding these ornaments to the tree was actually so fun. And then നമ്മുടെ ഫൈനൽ ലുക്ക് അതാണ് ട്രീ. ആൻഡ് നോ ഇതല്ല ഫൈനൽ ലുക്ക്, വി ഹാവ് ടു ആഡ് സം ലൈറ്റ്സ്. അതെ, നമ്മൾ LED ലൈറ്റ്സിൽ ആഡ് ചെയ്ത് കൊടുക്കണം. എൻ്റെ ഏറ്റവും വലിയ ടാസ്ക് കോണിന് ശേഷം നമ്മൾ ആഫ്റ്റർ കോൺ മേക്കിംഗ് ദിസ് വാസ് ദ ബിഗ്ഗസ്റ്റ് ടാസ്ക്. അതായത് ഈ ലൈറ്റ് നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ കേളി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റോൾഡ് ആയിട്ടാണ് വരുന്നത്. ഇതൊക്കെ ഒന്ന് നമ്മൾ പ്രോപ്പറാക്കി എടുക്കണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഓക്കെ, ആൻഡ് ദെൻ നൗ നമ്മൾ ലൈറ്റ്സ് ആഡ് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് ഈ ലൈറ്റ് തന്നെ വേണമെന്നില്ല, ഞാൻ വാം ലൈറ്റാണ് അതിൽ ആഡ് ചെയ്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റെഡ് കളർ ലൈറ്റോ ബ്ലൂ കളറോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും ഞാൻ കളർഫുൾ ആയിട്ടുള്ള ലൈറ്റ്സ് ഉണ്ട്. അതായത് ഒറ്റ LED ലൈറ്റിൽ തന്നെ റെഡ്, ഗ്രീൻ, ബ്ലൂ, ഗോൾഡൻ, സിൽവർ അങ്ങനെയൊക്കെ കണ്ടു. ബട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഒരു വാം ലൈറ്റായിരുന്നു വേണ്ടിയിരുന്നത് അതിൻ്റെ ഒരു പെർഫെക്ഷന് വേണ്ടി. ആൻഡ് ദെൻ ഫൈനലി നമ്മൾ ലൈറ്റ്സും ആഡ് ചെയ്തു. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ആൻഡ് ഐ വാസ് സോ സർപ്രൈസ്ഡ് ആൻഡ് ഐ ലവ് ദിസ് എ ലോട്ട്. സോ ഇത് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയ ക്രിസ്മസ് ട്രീ ആയതുകൊണ്ട് ഐ വാസ് സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ് ആൻഡ് ഇറ്റ് വാസ് അമേസിങ്. സോ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക്. ഞാൻ ലൈറ്റ്സ് ഒക്കെ ആഡ് ചെയ്തു, ഓർണമെൻറ്റ്സ് ആഡ് ചെയ്തു, ആൻഡ് ദിസ് ഇസ് ദ ഫൈനൽ ലുക്ക് ആൻഡ് ഐ ലവ് ഇറ്റ് എ ലോട്ട്. പിന്നെ ഞാൻ പറഞ്ഞത് ബ്ലൂം ഗിഫ്റ്റ് ബോക്സസും ഇതൊക്കെയാണ് ഞാൻ ആഡ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞത്. ആൻഡ് ദെൻ ഇത്രയേ ഉള്ളൂ. ഞാൻ അതിൻ്റെ സൈഡിൽ ലൈറ്റ്സ് ചെറുതായിട്ട് വെച്ചിട്ട് കോട്ടനും കൂടെ വെച്ച് കവർ ചെയ്തു. അതാവുമ്പോൾ നമ്മുടെ ആ വൈറ്റ് കളർ ബേസ് കുറച്ച് ബാക്കി വന്നത് കാണും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. സോ ഇത്രയുള്ള നമ്മുടെ ട്രീ. ആൻഡ് ആക്ച്വലി ഇറ്റ് വാസ് സിമ്പിൾ. ആ കോൺ ഉണ്ടാക്കുന്നതായിരുന്നു ദ മോസ്റ്റ് ഹാർഡ് പാർട്ട്. ഓക്കെ, സോ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആൻഡ് ദിസ് ട്രീ വാസ് അമേസിങ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഐ ആക്ച്വലി ഫെൽറ്റ് പ്രൗഡ് ഓഫ് മൈ സെൽഫ്. നമ്മുടെ വീഡിയോ ഇവിടെ എൻഡ് ആയിരിക്കുകയാണ്. ആൻഡ് ഇഫ് യു വാണ്ട് മോർ വീഡിയോസ് ലൈക്ക് ദിസ് പ്ലീസ് ടു ഫോളോ മൈ ചാനൽ ഇഷിൽസ് ആൻഡ് കിച്ചൻ. ആൻഡ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. ഹാപ്പി ക്രിസ്മസ്.